ഹായ് ഹലോ. അപ്പം നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ വീഡിയോ ഇടാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 8 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് നല്ല വൊമിറ്റിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ആ ഒരു ടച്ച് പോയി. പിന്നെ ആ ഒരു മൂഡ് പോയതോടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് ഈ ഒരു ടൈമിൽ വെറുതെ ഇരുന്നപ്പോഴാണ് വീണ്ടും വീഡിയോ എടുക്കണം എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി തൊട്ട് ഉള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് PCOS ഉണ്ടായിരുന്നു. PCOS നിന്ന് ഓവർകം ചെയ്തിട്ടാണ് പ്രഗ്നൻ്റ് ആയത്. അതിൽ കുറേ നാളായിട്ട് ഞാൻ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്ത് അങ്ങനെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ടാണ് പ്രഗ്നൻ്റ് ആയത്. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെയാണ് വെയിറ്റ് ലോസ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് ഈ PCOS അല്ലെങ്കിൽ PCOD കാരണം പ്രഗ്നൻ്റ് ആവാതെ കടന്ന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാനും കൂടെയാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 6-8 മാസം ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഒരു PCOS മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ ഏത് ഡോക്ടറെ കണ്ടാലും അവർ പറയും വെയിറ്റ് കുറയ്ക്കുക. പക്ഷേ എന്നാൽ എനിക്ക് അത്ര വെയിറ്റും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്നത് പോലെ ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തപ്പോഴും ജിമ്മിൽ ട്രെയിനർ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഡിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കഴിച്ചു. ചിക്കൻ ഹോർമോൺ കൂടുതലുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ പക്ഷേ ഒരുപാട് കഴിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് PCOSൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വീണ്ടും എനിക്ക് PCOS കൂടി, വീണ്ടും വയറുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനടുത്ത് സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്കും സെയിം ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞു അവൾ ഫുഡ് മാക്സിമം ഒഴിവാക്കിയെന്ന് വെച്ചാൽ മധുരം, ഷുഗർ ഒഴിവാക്കി, പിന്നെ ചോറ് ഒഴിവാക്കി. അങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങൾ മാത്രം കഴിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് കുറച്ചു. ഒരു 5-6 കിലോ മാക്സിമം ഞാൻ കുറച്ചു. പിന്നെ ഞാൻ നല്ല രീതിയിൽ എക്സസൈസ് പിന്നെ യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് PCOS നിന്നും ഓവർകം ചെയ്ത് പ്രഗ്നൻ്റ് ആയത്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്നെന്ന്. അങ്ങനെ ഒരു ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് മിസ്സാകുകയും അങ്ങനെ ഞങ്ങൾ ആ ടൈമിൽ എനിക്ക് പനി വന്നിട്ട് ഞാൻ നല്ല ഇതായിപ്പോയി. എന്ന് വെച്ചാൽ എനിക്ക് ലൂസ് മോഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ വീക്കായിപ്പോയി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതണക്ക് പനിയാണ്, വൈറൽ ഫീവർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ കൊണ്ട് വേറെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷേ അതിനകത്തൊന്നും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ഹസ്ബൻഡുമായിട്ടൊരു പ്രഗ്നൻസി കിറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 2 ലൈൻ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു PCOSൻ്റെ പ്രശ്നം കാരണം ഒരുപാട് വട്ടം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഫെയിലായി പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രഗ്നൻസി കാർഡിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാനത് എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്നൊക്കെ കരുതി. അതിനുശേഷം ഞാൻ പിന്നെ അന്ന് തന്നെ ഞാൻ വിചാരിച്ചു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലല്ല, ഞങ്ങൾ ലാബിൽ പോയിട്ട് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ബ്ലഡ് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അതിനുശേഷം അവർ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം അറിയിക്കാമെന്ന്. അങ്ങനെ ആ ചേച്ചി ലാബിലെ ചേച്ചി എനിക്ക് വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചത്, ഒരു വോയിസ് മെസ്സേജാണ് അയച്ചത്. അതിപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. ആ ചേച്ചി പറഞ്ഞു എടാ പോസിറ്റീവാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന്. അന്നേരം ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. പക്ഷെ അന്നേരവും എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല, പ്രഗ്നൻ്റ് ആണ് ഒരു വിശ്വാസം അപ്പോഴും എനിക്ക് വന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്തുള്ള GG ഹോസ്പിറ്റലാണ് കാണിച്ചത്. അവിടെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു സാക്കൊക്കെ ആയിട്ടുണ്ട്, മറ്റേ കുട്ടിയുടെ ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നല്ലൊരു റിസൾട്ടാണ് എന്ന് പറഞ്ഞു. ഇത് ഫസ്റ്റ് ഇതാണെങ്കിൽ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു. പിന്നെ അതിന് ശേഷം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇരുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വോമിറ്റിങ്ങും തലചുറ്റൽ, അതെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു വോമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനവും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദോശയൊക്കെയാണ് മാക്സിമം ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ കഴിക്കുക. ദോശ കഴിച്ചാൽ തന്നെ എനിക്ക് ചിലപ്പം ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ കരിക്കും വെള്ളം, അതാണ് മെയിനായിട്ട് ഞാൻ കുടിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കരിക്കും വെള്ളം. പിന്നെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഞാൻ വീഴുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ ചെക്കപ്പിന് പോയപ്പോൾ തന്നെ അവിടെ ലിഫ്റ്റിൽ തലകറങ്ങി വീഴേണ്ട അവസ്ഥ വന്നു. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് എനിക്കൊരു 5 മാസം വരെയൊക്കെ നല്ല വൊമിറ്റിംഗ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് വൊമിറ്റിംഗ്. ഒരു 8 മാസം കഴിയാറായി, ഇനി 2 ആഴ്ച കൂടി ഉള്ളു 8 മാസം കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ബോഡി നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണം അല്ലെങ്കിൽ നമുക്കിത് മാറ്റണം എന്നുള്ളൊരു രീതിയിൽ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഈ വർക്കൗട്ടാണെങ്കിലും ഈ പറഞ്ഞ ഫുഡ് കൺട്രോൾ, ഇതെല്ലാം നമ്മൾ എണ്ണ പലഹാരങ്ങൾ മെയിനായിട്ട് ഒഴിവാക്കിയേക്കണം. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കൺഫേം ആയിട്ടൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും. അത് ഉറപ്പാണ്. നമ്മൾ കഷ്ടപ്പെടുന്ന അനുസരിച്ചിരിക്കും നമുക്കുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അതിനി എത്ര വർഷം ആയി കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നവരെ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം നമ്മൾ തന്നെ ഇതിന് പ്രയത്നിച്ച് നമ്മൾ തന്നെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ബാക്കി കാര്യങ്ങളൊക്കെ പുറകിലുള്ള വീഡിയോസിൽ ഞാൻ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.